മലപ്പുറത്തെ വൈറൽ കുട്ടി സഖാവ് മുഹമ്മദ് സിയാദിനെയും രക്ഷിതാക്കളെയും വിമർശിച്ച സമസ്ത എ.പി. വിഭാഗം. സിയാന്റേത് അകാല വളർച്ചയാണെന്നും അത് വൈകല്യമാണെന്നും എ.പി. വിദ്യാർത്ഥി വിഭാഗം മുഖവാരിക റിസാല. സിയാന് കൃത്യമായ ശിക്ഷണം നൽകണം. മകനെ നവമാധ്യമത്തിൽ വിൽക്കാൻ വെച്ചത് മാതാപിതാക്കളെങ്കിൽ അവർ തിരുത്തണം. രാഷ്ട്രീയത്തിന് ആളെ കൂട്ടാൻ സിയാനെ ഉപയോഗിക്കുന്നു എന്നും ലേഖനം. വിശദാംശങ്ങളുമായി ശാന്തകുമാറാണ് ചേരുന്നത്. ശാന്തകുമാർ, കടുത്ത വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിൽ റിസാലയിലാണ് ഈ വിമർശനം വരുന്നത്. ഇതിൽ മതപഠനം നടത്തുന്നുണ്ട് കുട്ടികൾ, അല്ലാതെയും പല കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട്. അതിനിടയിൽ അവർ ചില രാഷ്ട്രീയ തിരിച്ചറിവുകളും ബോധ്യങ്ങളും വെച്ച് ചില കുട്ടികൾ ഇങ്ങനെ സംസാരിക്കുകയാണ്. അവർക്കിടയിൽ അവരുടേതായ പക്വതയിൽ സംസാരിക്കുന്നു, അവരുടെ ഇടയിൽ നിലനിൽക്കുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണല്ലോ അവരുടെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൽ പ്രശ്നം ഈ പറഞ്ഞ രാഷ്ട്രീയത്തിൽ വിയോജിപ്പുകളുണ്ട്. അതുകൊണ്ടാണോ, ആ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണോ നിലവിൽ ഈ കുട്ടിയോടും അവരുടെ രക്ഷിതാക്കൾക്കെതിരെയും നിലവിൽ സമസ്ത ഒരു വിമർശനമായും ഉന്നയിക്കുന്നത്? തീർച്ചയായും ശാമിലി, അങ്ങനെ തന്നെ വേണം അതിനെ കരുതാൻ. കാരണം ഒരു കടുത്ത വിമർശനം തന്നെയാണ് ഈ കാര്യത്തിൽ എ.പി. സമസ്തയുടെ ഈ റിസാല എന്ന ഈ മുഖവാരികയിൽ തന്നെ അവർ സൂചിപ്പിക്കുന്നത്. അത് അവർ അതിനകത്ത് കൃത്യമായി ഓരോ കാര്യങ്ങളും എണ്ണി പറയുകയാണ്. അത് ഒരു രാഷ്ട്രീയത്തിന് ഒരു കുട്ടി, ഒരു പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടി, ഇല്ലെങ്കിൽ ഒരു 8 വയസ്സുകാരൻ്റെ രാഷ്ട്രീയം ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ വലിയ തോതിൽ സമൂഹ മാധ്യമത്തിൽ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്തതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇല്ലെങ്കിൽ അങ്ങനെ അത്തരം ഒരു കുട്ടികൾ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതെല്ലാം അതിനകത്ത് വലിയ തോതിൽ ചോദ്യം ഉന്നയിക്കുകയും അതിന് നേതൃത്വം നൽകുന്നവരെ എല്ലാം കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് ഈ വാരികയിലൂടെ ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അത് രക്ഷിതാക്കൾ ഈ കുട്ടിയെ വിൽക്കാൻ വെക്കുകയാണെങ്കിൽ രക്ഷിതാക്കൾ തന്നെ തിരുത്തണം. ഒപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ എല്ലാം ഷെയർ ചെയ്യുന്ന നേതാക്കളെയും കടുത്ത ഭാഷയിൽ തന്നെയാണ് ഈ വാരികയിൽ വിമർശിച്ചിരിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ ബോധ്യമുള്ള ചില കുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ രീതികളെല്ലാം അവരുടെ സ്വന്തം അഭിപ്രായത്തിൽ അല്ലെങ്കിൽ മറ്റാരുടെയും സഹായം ഒന്നുമില്ലാതെ പറയുന്ന വീഡിയോ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മുഹമ്മദ് സിയാൻ്റെത് വന്നിരുന്നത്. അത് ആ വീഡിയോയിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ എ.പി. സമസ്തയും അത്തരത്തിലുള്ള ഒരു വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അത് ഒരു പ്രായത്തിൽ നിൽക്കുന്ന ചെറിയ കുട്ടികൾ ഇത്തരം അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് മുതിർന്നവർ പറയുന്നത് പോലെ തോന്നുകയും അതൊരു കാഴ്ച ബംഗ്ലാവിലെ വസ്തുക്കളെ പോലെ മാത്രം മനസ്സിലാക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു കൗതുകമാണ് അതിനകത്തുള്ളത്. അല്ലെങ്കിൽ അത്തരം ഒരു കാര്യങ്ങൾ മാത്രമാണ് ആളുകൾ മനസ്സിലാക്കുന്നത് എന്ന് കൂടി സൂചിപ്പിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ അല്ലെങ്കിൽ സംഘടനാ പ്രവർത്തന രീതിക്ക് വേണ്ടി മാത്രം ചെയ്യുന്നു ഇത്തരം പ്രചരണങ്ങളെല്ലാം എന്നുകൂടി അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മെറ്റ ഈ കാര്യം ഈ അക്കൗണ്ട് പൂട്ടിയതിനെ കുറിച്ചും അവർ അതിനകത്ത് സൂചിപ്പിക്കുകയാണ്. മെറ്റയ്ക്ക് താല്പര്യമുണ്ട്, മെറ്റയ്ക്ക് കച്ചവട താല്പര്യമാണ്, ഇൻസ്റ്റാഗ്രാമിന് അത് ഒരു കച്ചവട താല്പര്യമാണ്, അവർക്ക് കണ്ടന്റാണ് പ്രധാനം. പക്ഷേ അതിനകത്ത് കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് അത്തരം കാര്യങ്ങൾ പൂട്ടുകയും ചെയ്യുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് അസാധാരണത്വം ഒന്നുമില്ല എന്ന് ന്യായീകരിക്കുക കൂടി ഈ ലേഖനത്തിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതായത് ഒരു കുട്ടിയുടെ രാഷ്ട്രീയം, ഒരു ചെറിയ കുട്ടിയുടെ രാഷ്ട്രീയം, ആ ഒരു സംഘത്തിൻ്റെ രാഷ്ട്രീയം, അത്തരം രാഷ്ട്രീയം ഇത്തരം കുട്ടിക്കാലത്ത് ഇങ്ങനെ പറയേണ്ടതില്ല എന്ന് തന്നെയാണ് ഈ റിസാല മാസിക ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ശരി, കുട്ടികൾ, ഈ പ്രായത്തിലുള്ള കുട്ടികൾ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അവർ പല കാര്യങ്ങൾ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നാടായിരിക്കാം, വീടായിരിക്കാം, ആളുകളുമായിട്ടുള്ള ബന്ധമായിരിക്കാം, പല കാര്യങ്ങളും വിവരിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ചുറ്റുമുള്ള ചില രാഷ്ട്രീയ പരിസരമൊക്കെ ഇതുപോലെ വിവരിക്കുമ്പോൾ ആളുകൾക്ക് അതങ്ങോട്ട് ദഹിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ മാത്രം അവർക്ക് അകാല വളർച്ച, അങ്ങനെയല്ലേ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നീട് അവർക്ക് ശിക്ഷണം നൽകണം, അവരെ നവമാധ്യമത്തിൽ രക്ഷിതാക്കൾ വിൽക്കാൻ വെച്ചിരിക്കുകയാണോ എന്നൊക്കെ ഈ ചോദിക്കുന്ന മനസ്ഥിതി ഉണ്ടാകുന്നത് ആ ഘട്ടത്തിലാണ്. അത് പറയുന്ന രാഷ്ട്രീയത്തോടുള്ള, ആ കുട്ടികൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പും അതിൽ പ്രധാനമായിരിക്കാം. അതായിരിക്കും ഇങ്ങനെ പറയാൻ അവരെ പ്രേരിപ്പിച്ചിരിക്കുക എന്നും കൂടെ കരുതുകയാണ് ഈ ഘട്ടത്തിൽ.